പിന്നോ നീയാണ് അവരെയൊക്കെ ചീത്തയാക്കുന്നതെന്നാണ് അവന്മാര് പറയുന്നത്. ആര് പറഞ്ഞു? സജിൻ അങ്ങനൊന്നും പറയൂല. എടാ സജിൻ പറഞ്ഞില്ലെങ്കിൽ എന്താടാ, അവന്റെ അച്ഛൻ പറഞ്ഞില്ലേ, എന്തു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം കാണുന്ന പേര് നിന്റെ എന്നാ. അതുകൊണ്ടേ അച്ഛൻ ഒരു കാര്യം പറയാം, ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. ഞാൻ പോവും. കേവലം ഞാൻ നന്നായിട്ട് എഴുതിയതായിരുന്നു. പിന്നെ ഇതിപ്പോ എന്തോ പറ്റിയതെന്ന് അറിയാൻ വയ്യ. ഇപ്പൊ ഉമാരുടെ കൂടെ ആയില്ലേ, അടുത്ത പ്രാവശ്യം ഉമാര് ജയിച്ചാ നീ ആരുടെ കൂടെ ഇരിക്കും മോനെ? ഇല്ല അച്ഛാ, അവനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആകത്തില്ല. സത്യം. ആ അപ്പൊ നിങ്ങൾ നോക്കൂ. അയ്യോ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞു. പഠിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ആയി അത് വെച്ച് നോക്കുമ്പോ എന്റെ മകന് 18 വയസ്സായില്ലേ. അടുത്ത വർഷം അവന് പാസ്പോർട്ട് എടുക്കേണ്ടതാ. എന്തായി മക്കളെ റിസൾട്ടിന്റെ കാര്യമൊക്കെ? വന്നിട്ടില്ല, ഇപ്പൊ വരും. അല്ല ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ? എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നില്ല. ആ അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ. അന്നെന്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തോണ്ടാ ഞാൻ വസ്തുവിന്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എന്റെ കൈ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നോണ്ടാ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എന്റെ എന്ന് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നൊന്ന് സഹായിക്കണം. ഈ കള്ളം കഞ്ചാവ് അടിച്ചെടുക്കുന്ന ചെറുക്കിന് വേണ്ടി തിണ്ടാൻ നിനക്ക് നാണമില്ലടാ. ഇവനെയൊക്കെ എത്ര പഠിപ്പിച്ചിട്ട് ഒരു കാര്യമായി. അതെങ്ങനെയാ നിന്റെ അല്ലേ വിത്ത്, എങ്ങനെ ഗുണം പിടിക്കാനാ? മക്കളെ ഡാ അച്ഛനെയും കൂടി ഒന്ന് കെട്ടിപ്പിടിക്കടാ. സമയായി മോനെ, ചെല്ല്. മോനെന്തിനാ വിഷമിക്കുന്നേ? അച്ഛൻ കൂടിയില്ലേ, പോയിട്ട് വാ. നീ എല്ലാം പറഞ്ഞ എന്റെ അച്ഛനൊരു കുഴപ്പമില്ലാന്ന്. എനിക്കൊന്ന് കേക്കണ്ട, എനിക്കെന്റെ അച്ഛനെ വേണം. I